ഇനി കായംകുട്ടിക്കാരെയും കൊടുക്കണ്ട. പോട്ടെ. എവിടെ അങ്ങനെ ഇവിടെ ഇവിടെ ഇങ്ങനെ കൂടാ ആ സൈഡ്. നിങ്ങളാണ് നിസുവിൻ്റെ അടുത്ത മാതിരി ചെയ്ത് അതേപോലെ ആയി. ടോപ്പില് പൊട്ടിക്കാൻ ഉള്ളു ഓറ് പൊട്ടിക്കാതെ താവുണ്ട് ചിക്ക. അത് ആ സൈഡ് തന്നെ. അല്ല ഇതിന് താന്നിണ്ട് ചെറുതായിട്ട് ഇറങ്ങിഞ്ഞേ. ഇല്ല ഉണ്ടക്കല്ല് കുടുങ്ങിയ കാരണമാണ് നമ്മളെ നെല്ലിപ്പലക ഇറങ്ങാനില്ല ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമുക്ക് ബ്രേക്കർ വെക്കുന്നത്. ഉണ്ടക്കല്ല് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇറങ്ങി പോകുന്ന നമ്മളെ കിണർ. ബ്രേക്കർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂഴിയിൽ നല്ല ഈസി ആയിട്ട് ഇറങ്ങി പോകും. വരുന്നുണ്ട് വാട്ടാ. നമ്മളെ ഈ കിണർ നെല്ലിപ്പലക മാന്തി ഇറക്കിയ ശേഷമുള്ളത് വീഡിയോ ആണ് കാണിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഈ കിണർ നല്ലോണം ഇടിഞ്ഞിട്ടുണ്ട്. പൂഴിപ്പറ്റായതുകൊണ്ടാണ് നമ്മളെ കിണർ ഇടിഞ്ഞത്. നെല്ലിപ്പലക അടിയിൽ നല്ലോണം സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് അടിയിൽ കല്ല് വെച്ച് സെറ്റാക്കുന്നത്. എന്റെ പൈസ എന്നാ മതി എന്നാ പോക്കാ. നല്ല പീസോടെ കണ്ണ് ചെങ്കല്ലോടെ വലുത് അല്ല കരിങ്കല്ല്. നാളെ പിന്നെ അത്രയും പോയി നല്ല രീതിയിൽ തന്നെ നമ്മളെ കിണർ ഇടിഞ്ഞിട്ടുണ്ട്. ഓവർ ഇടിയാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് പടവ് വെച്ച് കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ആഴം ഇത് മതിയായതുകൊണ്ട് ബാക്കി നമ്മൾ സാധാരണ പടവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നിർത്തിയതാണ്. നല്ലോണം പൊട്ടുകയും ചെയ്തില്ലേ. ചെയ്യാൻ പോണേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മള് മാന്തി ഇറക്കാൻ കൃത്യമായി തന്നെ അതിൻ്റെ ഇത്തിരി കട്ടല്ല വാട്ടിയേക്കുള്ളൂ. കെട്ട് അത്യാവശ്യം രണ്ട് സൈഡിലേക്ക് നീങ്ങിയതുകൊണ്ടാണ് ഇത് പൊളിക്കേണ്ടി വന്നത്. എൻ്റെ റൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്.
പറഞ്ഞുതരാം. ഓൺലൈൻ കല്ല് കുടുങ്ങി പോയതാ. കല്ല് കുറച്ച് കുടുങ്ങിയിട്ടേ. വേണ്ട അത് പിന്നെ വെട്ടാ. ഈ കെട്ട് ഞങ്ങൾ മാറ്റി കെട്ടിയതിന് ശേഷം സാധാരണത്തെ പോലെ തന്നെ പടകാക്കിയിൽ ഞങ്ങൾ മുകളിൽ വരെ കെട്ടി നിർത്തിയതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അല്ലല്ല അത് ആണിക്കല്ല. പിക്കാസോണ്ട് മാത്രം ഒന്ന് കൊട്ടിക്ക്. മണ്ണെടുക്കാനാ അതിനെ കൊണ്ട് മാത്രം